വാശി ഇന്നൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു അവിചാരിതമായി എൻ്റെ ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ രാഹുലിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം ഉടനീളം. രാഹുൽ വാശിക്കാരനാണ്. എന്ത് കണ്ടാലും എവിടെ പോയാലും അവനത് കിട്ടണം. അതുവരെ അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൻ കാണിക്കും. ആത്മഹത്യ പ്രവണത കാണിക്കും, അക്രമാസക്തമാവും. ഇന്ന് മുഴുവൻ രക്ഷിതാക്കളുടെയും ആവലാതിയും വേവലാതിയും അവരുടെ ആശങ്കയും ആകുലതയും ഒക്കെ അവരുടെ മക്കളെക്കുറിച്ച് അവർ വാശിക്കാരാണ് എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഒമിൻ അശ്റാത്തി സഅ, അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യകൂനൽ വലദു ഗൈല വ അൻ യകൂനൽ മതറു ഖൈല വ അൻ തഫീലൽ അശ്റാറു ഫൈല. മക്കൾ ദേഷ്യപ്പെടുക, അവർ ശാഠ്യക്കാരാവുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ അന്വേഷിക്കുമ്പോൾ രക്ഷിതാക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ കുട്ടികളെ കൂടി ഭാഗവാക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു, അവൻ യൂണിഫോം അഴിച്ചു വെക്കുന്നില്ല. നമ്മൾ ഭ്രാന്തമായിട്ട് നമ്മുടെ സ്വഭാവം കാണിക്കുന്നതിനപ്പുറം കുട്ടിയെ അവൻ്റെ ഇഷ്ടത്തിന് അവനോട് പറയാം നമ്മൾ, അല്ല മോനെ നീ എന്താ യൂണിഫോം, ഇനി ഏത് ഡ്രസ്സാണ് മോൻ ഇടുന്നത്? അവനോട് അവൻ്റെ ചോയ്സിലേക്ക് അവൻ നമ്മുടെ ക്വസ്റ്റ്യനിങ് അങ്ങനെ ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇനി ഏത് ഡ്രസ്സാണ്, ബ്ലാക്ക് ഇടണോ വൈറ്റ് ഇടണോ, മോന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ? നമ്മൾ അവന് ചോയ്സ് മേക്കിങ്ങിൽ ഡിസിഷൻ കൊടുക്കുകയാണ്. ഇതുപോലെ കുട്ടികൾക്ക് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇതിൻ്റെ വലിയൊരു സൊല്യൂഷൻ. അവർ വാശി പിടിക്കുന്ന സമയത്ത് അവൻ്റെ ചില ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു മോനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഉപ്പ ഒരു ഫുട്ബോൾ എടുത്ത് അവൻ കളിക്കുക, അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. വാശിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ രക്ഷിതാക്കൾ തന്നെയാണ് ഇത് കുട്ടിയെ വാശിയാക്കുന്നത് എന്നാണ്. കുട്ടിയുടെ അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ കുട്ടികളോട് ചേർന്ന് നിൽക്കുകയും അവരെ ഫ്രണ്ടാക്കി മാറ്റുകയും അവരുടെ ഇഷ്ടം നമ്മുടേതാക്കി മാറ്റുകയും അവരെ കൃത്യമായി അറിയുകയും ചെയ്താൽ വാശി പമ്പ കടക്കും എന്നതാണ് ഉത്തരം.